ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സ്നേഹക്കൂട് സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു വീക്കെൻഡ് പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സേതു ആണെങ്കിൽ പറയുന്നുണ്ട് അമ്മയടുത്ത്, നിങ്ങളിനി ഇവിടെ നിൽക്കണ്ട, ഇവിടുന്ന് പോയിക്കോന്ന് പറയാണ്. ലക്ഷ്മി പറയുന്നുണ്ട്, അല്ലെങ്കിലും ഞാൻ പോവാൻ തന്നെ നിൽക്കുമായിരുന്നു മോനെ, പിന്നെ പൂർണിമ പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ നിന്നത്. അമ്മ അങ്ങനെ പലതും പറയും, നിങ്ങൾക്ക് ഇവിടെ കുറച്ചുകൂടി നിൽക്കാൻ നാണോ മാനോ ഒന്നും ഇല്ലേ, നിങ്ങളിവിടെ ഇറങ്ങി പോവാൻ നോക്ക്. അത് കേട്ടു പൂർണിമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മോനെ, നീ എന്തൊക്കെയാ പറഞ്ഞത്? ലക്ഷ്മി എങ്ങോട്ടേക്ക് പോവാനാ? അതൊന്നും എനിക്ക് അറിയണ്ട, എന്തായാലും ഇവിടുന്ന് ഇവരിന്ന് പോവാ എന്ന് പറയുമ്പോഴേക്കും പൂർണിമ അവനോടൊന്നും പറയണ്ട, ഞാൻ പോയിക്കോളാം. അല്ല ലക്ഷ്മി എവിടേക്കാ പോവാൻ പോണത്? അത് ഞാൻ എവിടെയെങ്കിലൊക്കെ ഒരു റൂം എടുത്ത് മാറിക്കോളാം, മൂർത്തിനെ വിളിക്കാം എന്ന് പറയാണ്. അങ്ങനെ ലക്ഷ്മി അങ്ങനെ പോകണത് ശരിയല്ല മോനെ, നീ എന്താ മോനെ ഇങ്ങനെ? ലക്ഷ്മി ഇവിടെ നിക്കട്ടെ, അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവരിങ്ങനെ ഇന്ന് പോട്ടെ എന്ന് പറയാണ്. അപ്പോ എങ്ങോട്ട് പോകും? അവരെ കൊണ്ടാനുള്ള ആളെ ഇപ്പൊ വരും എന്ന് പറയാണ്. ആള് വരുമെന്നോ? നീ ആരെക്കുറിച്ചേ പറയണത് എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ വേണു അങ്ങോട്ടേക്ക് വരും കേട്ടോ. വേണു സാറ് എന്ന് പൂർണിമ പറയുമ്പോ തന്നെ ലക്ഷ്മി നോക്കുമ്പോ വേണുവിനെ കാണാണ്. വേണുവേട്ട എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മിയുടെ അടുത്തേക്ക് വേണു വരുവാണ്. വേണു പറയുന്നുണ്ട്, സോറി ലക്ഷ്മി, നീ എന്നോട് ക്ഷമിക്കേ, നീ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞ എന്റെ അമ്മക്ക് എല്ലാ സത്യവും അറിയായിരുന്നല്ലേ. ഒരു ആക്സിഡന്റിൽ പെട്ടുപോയ മരണത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ലക്ഷ്മി നീയാണ്. എന്റെ അമ്മക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്നെ ഇഷ്ടപ്പെട്ടു. നീ നിന്റെ കഥകളൊക്കെ എന്റെ അമ്മയടുത്ത് പറഞ്ഞു. പക്ഷെ അമ്മക്ക് നിന്നെ കൈവിടാനായില്ല. അമ്മക്ക് എങ്ങനെയെങ്കിലും അമ്മയുടെ മരുമകളായിട്ട് നിന്നെ വേണോന്നായിരുന്നു. അതുകൊണ്ടിട്ടാണ് അമ്മ നിന്നോട് സത്യമൊന്നും എന്നോട് പറയണ്ടെന്ന് പറഞ്ഞത്. എനിക്ക് എന്തായാലും സന്തോഷം മാത്രമേ ഉള്ളൂ. എന്റെ അമ്മ നല്ലൊരു പെണ്ണിന് തന്നെയാണ് എനിക്ക് തന്നത്. പിന്നെ ഞാൻ കുറച്ച് തെറ്റിദ്ധരിച്ചു, അതാ ഇന്ദ്രൻ, ആ ഫ്രോഡ് അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ലക്ഷ്മി നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാ വന്നത് എന്ന് പറയുമ്പോ സേതു പറയണ്ട, അതെ അങ്ങനെ ഇങ്ങനെയൊന്നും എന്റെ അമ്മേനെ പെട്ടെന്നൊന്നും കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അതെന്താ, ഇനി വേറെ എന്തെങ്കിലും ചടങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് സേതു ചോദിക്കുമ്പോ, പിന്നെ ഇനിയല്ലേ ചടങ്ങുള്ളത്. എന്ത് ചടങ്ങ്? അത് വേറൊന്നുമല്ല, നമ്മുടെ ശ്രീകാന്തിന്റെ വീട്ടുകാരെന്താ പറഞ്ഞത്, അമ്മയുടെയും അതുപോലെ തന്നെ വേണുസാറിന്റെ വിവാഹം കഴിയാത്തത് കൊണ്ടിട്ടാണ് നിങ്ങളുടെ വിവാഹം അതായത് മയൂരി മോളുടെയും ശ്രീകാന്തിന്റെ വിവാഹം നടത്താത്തതെന്നല്ലേ. നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമാണെന്നൊക്കെയല്ലേ ആ ശ്രീകാന്തിന്റെ അമ്മാവൻ ചോദിച്ചത്. ശ്രീകാന്ത് നല്ലൊരു പയ്യനാണ് വേണുസ്, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യും. എന്തായാലും എന്റെ അച്ഛൻ മരിച്ചു, അമ്മ ഇപ്പൊ അച്ഛന്റെ വിധവ മാത്രമാണ്. അതുകൊണ്ട് അമ്മക്ക് ഇന്ന് നിയമപരമായിട്ട് ഒരാളെ വിവാഹം കഴിക്കണതിൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. രജിസ്റ്റർ ഓഫീസിൽ പോവാ, രണ്ടുപേരും സൈൻ ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇന്നോ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോ, അതെ, ഇനി അതിന് അടുത്ത ദിവസം നോക്കേണ്ട കാര്യമില്ല, എല്ലാവരും രജിസ്റ്റർ ഓഫീസിലുണ്ട്, നമുക്ക് പോയാലോ എന്ന് പറയുമ്പോ പൂർണ്ണ പറയണ്ട, ഹാവോ സന്തോഷമായി, നീ ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞപ്പോ ആകെ ടെൻഷനായിരുന്നു, ഇപ്പോഴാണ് സമാധാനായത്. ഇനി എന്റെ അമ്മേനെ അതെ വേണുസാറിന്റെ കയ്യിലേക്ക് എനിക്ക് കൈ പിടിച്ചേൽപ്പിക്കണം. വേണു പറയുന്നുണ്ട്, അതെ ഒരു കാര്യം, ഇത്രയും ദിവസം നീ വേണു സാർ എന്ന് വിളിച്ചപ്പോ ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ നിന്റെ അമ്മയുടെ കഴുത്തിൽ ഞാൻ വീണ്ടും താലി കെട്ടാൻ വേണ്ടി പോവാണ്, രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി എന്നെ വേണു സാർ എന്ന് വിളിക്കരുത്, നിന്റെ അമ്മയാണ് ലക്ഷ്മി, മയൂരിനെ പോലെ. അപ്പൊ ഞാനും നീ എന്നെ അച്ഛന്ന് വിളിച്ചാൽ മതി. മയൂരി എന്നെ അച്ഛന്നല്ലേ വിളിക്കണത്, അമ്മേനെ അമ്മാന്ന് വിളിക്കും. നീ അമ്മേനെ അമ്മാന്ന് വിളിക്കണ്ടേ, എന്നെ അച്ഛന്ന് വിളിക്കുന്നില്ല, നീ അച്ഛന്ന് വിളിക്കണം എന്ന് പറയുമ്പോ സേതുവിടെ കണ്ണ് നിറഞ്ഞു പോവാട്ടോ. എന്താ നിന്റെ കണ്ണ് നിറഞ്ഞത്? എനിക്കൊരു അച്ഛനുണ്ടായിരുന്നു, പാവം എന്റെ മാധവൻ നായര്, അറിയായിരിക്കുമല്ലോ. എന്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ അച്ഛാന്ന് വിളിക്കാൻ വേണ്ടി ഒരുപാട് എന്റെ പുറകെ നടന്നതാണ്. പക്ഷെ അപ്പോഴൊന്നും ഞാൻ അദ്ദേഹത്തിന്റെ നല്ല മനസ്സും നല്ല സ്വഭാവവും ഒന്നും തിരിച്ചറിയില്ല. അദ്ദേഹത്തിനെ ആട്ടിപ്പായിക്കുകയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. അവസാനം വരെ എന്റെ അച്ഛൻ മരണക്കിടക്കെ കിടക്കുമ്പോൾ പോലും എന്നോട് ഒന്ന് അച്ഛാന്ന് വിളിക്കുമെന്ന് അപേക്ഷിച്ചായിരുന്നു. അന്നൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അതിനുള്ള ശിക്ഷയായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ സെക്കൻഡും അച്ഛനെ കുറിച്ച് ആലോചിച്ച് ഞാൻ വിഷമിക്കുകയാണ്. മോനെ, ഇനി നീ അതിനെ കുറിച്ച് ആലോചിക്കണ്ട, നിനക്ക് പൂർണ്ണ മനസ്സോടെ എന്നെ അച്ഛാന്ന് വിളിക്കാം എന്ന് വേണു പറയാണ്. അത് കേൾക്കുമ്പോൾ സേതുവിന് സന്തോഷമാവാട്ടോ. അങ്ങനെ സേതു രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് നമ്മുടെ ലക്ഷ്മിയുടെയും നമ്മുടെ വേണുവിന്റെയും കൈകൾ തമ്മിൽ കൂട്ടി വെച്ചതിന് ശേഷം രണ്ടുപേരുടെയും അനുഗ്രഹിച്ച് വിവാഹം നടത്തി കൊടുക്കുകയാണ്. അപ്പൊ അത് കാണുമ്പോഴേക്കും നമ്മുടെ മയൂരി പണ്ടെന്നാലേ ഏട്ടന്റെ ഒരു ഭാഗ്യേ, അമ്മയുടെ അച്ഛന്റെ വിവാഹം നടത്തി കൊടുക്കാൻ ഏട്ടന് സാധിച്ചല്ലോ എന്ന് പറയാണ്. ഇനി അടുത്തത് നിന്റെ ശ്രീകാന്തിന്റെ വിവാഹമാണ്, അതും ഈ ഏട്ടൻ തന്നെ കൈ പിടിച്ച് നടത്തി തരും എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം ലക്ഷ്മി സേതുവിനോട് പറയുന്നുണ്ട്, സേതു നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയുമ്പോഴേക്കും സേതു പറഞ്ഞ, അമ്മേനെ ഞാൻ കുറച്ച് വേദനിപ്പിച്ചു, സോറി അമ്മേ, മനഃപൂർവ്വം ആയിരുന്നില്ല.
എല്ലാം ഇതുപോലെ നല്ലൊരു നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നൊക്കെ ചെയ്തത്. എനിക്കിപ്പോൾ മനസ്സിലായി മോനെ, നിന്റെ നന്മ എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. അതെ, ഇനി രണ്ടുപേരും കൂടി വീട്ടിലേക്ക് പോയിക്കോ, അവിടെ നിലവിളക്കും കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്, വലതുകാലം വെച്ചിട്ട് അമ്മ കയറുന്നു, നിങ്ങൾ പഴയ പോലെ സുഖമായിട്ട് ജീവിക്കണം, എനിക്ക് അത്രയേ ഉള്ളൂ എന്നൊക്കെ സേതു പറയണം. അങ്ങനെ അവരുടെ കാര്യം ഒന്ന് ഓക്കെ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിലോ നമ്മുടെ ഋതു ആണെങ്കിൽ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പോണ സമയത്ത് രാജമ്മയുടെ കയ്യിൽ നിന്നിട്ട് അതിവിദഗ്ധമായിട്ടാണ് നമ്മുടെ പല്ലവിയും അതുപോലെ തന്നെ ഹരിയും കൂടി ചേർന്നിട്ട് ഋതുവിനെ രക്ഷിച്ചുകൊണ്ട് വരുവാണ്. അപ്പൊ അവിടെ നിന്ന ശരികേടാണ്, അവിടെ നിന്ന് ശരിയാവില്ലെന്ന് മനസ്സിലാക്കിയ രാജമ്മ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിപ്പോണ സമയത്ത് നമ്മുടെ പല്ലവി ഹരിയും കയ്യോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയാണ്. കാരണം ഇവരുടെ സ്ഥിരം ജോലി ഇതന്നെയാണ്, പാവപ്പെട്ട ഗർഭിണികളെ പിടിച്ച് അതായത് ഗർഭിണികൾ ഈ കുഞ്ഞെ വേണ്ടെന്നൊക്കെ പറഞ്ഞ് പോകത്തില്ലേ, അപ്പൊ അവരെ പിടിച്ച് തട്ടിക്കൊണ്ട് പോകുക, എന്നിട്ട് അവർ പ്രസവിക്കുന്ന കുഞ്ഞിനെ എടുത്തിട്ട് വേറെ ആക്കില് കൊടുക്കുക, എന്നിട്ട് അവരെ ഇല്ലാതാക്കി കളയുക. അതാണ് ഈ രാജമ്മയുടെ മെയിൻ പരിപാടി. അപ്പൊ അതിനുവേണ്ടി അവർക്ക് നല്ല കൈക്കൂലിയും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ അവരങ്ങനെ കൈയോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു ആപത്തിൽ നിന്ന് ഋതു രക്ഷപ്പെടുവാണ്. പല്ലവി ഹരിയും പറയണ്ട ഈ കാര്യം ഒരിക്കലും വീട്ടിൽ പറയണ്ട, അവർക്കത് സഹിക്കാൻ പറ്റില്ലെന്ന്. അങ്ങനെ ഈ ഒരു കാര്യം ഋതു ഈ വലിയൊരു അപകടത്തിൽ ചെന്ന് പോയ കാര്യമൊന്നും ആർക്കും പറയണമെന്നില്ല കേട്ടോ. അത് ഹരിയുടെയും പല്ലവിയുടെയും മനസ്സിൽ തന്നെ വെക്കാണ്. പക്ഷെ ഋതുവിനെ ദിവസം പോകുന്തോറും നമ്മുടെ ഇന്ദ്രനോടുള്ള ദേഷ്യം കൂടി വരുവാണ്. ഇന്ദ്രനെ ഇല്ലാതാക്കാൻ വേണ്ടി പല വഴികളും ഋതു തന്നെ നോക്കാണ്. ഈ ഇന്ദ്രൻ ഇവിടെ വന്നതോടുകൂടി തന്നെ എനിക്ക് വീട്ടിൽ പോയി ഇരിക്കാൻ പറ്റുന്നില്ല, എവിടെന്നെങ്കിലും ഓടിപ്പോയാൽ മതി എന്നെക്കൊണ്ട് ഋതുക്കാകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാട്ടോ. പക്ഷെ എല്ലാവരും ഇന്ദ്രനെയാണ് സപ്പോർട്ട് ചെയ്യണത്. എന്തായാലും ഇന്ദ്രനെ ഒന്ന് ഇതാക്ക്, കുഞ്ഞിനെ വേണ്ടിയിട്ടെങ്കിലും ഇന്ദ്രനോട് ക്ഷമിക്കേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഋതുവിടെ ഭാഗത്തുനിന്ന് ആരും കേൾക്കുന്നില്ല. കാരണം ഋതു എത്രമാത്രം അനുഭവിച്ചു, ഇന്ദ്രനെ പോലെ ഒരാളെ അറിയാതെ സ്നേഹിച്ചു പോയി. അതിന്റെ പേരിൽ ഋതു ഇപ്പൊ എത്രമാത്രം മാനസികമായിട്ട്, ഇന്ദ്രനാണെങ്കിൽ പല്ലവീനെയാണ് മനസ്സിൽ വെച്ച് ഇത്രയും നാൾ തന്റെ അടുത്ത് പെരുമാറിയെന്നൊക്കെ അറിഞ്ഞപ്പോൾ ആ ഒരു അവസ്ഥ അതാരും മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഋതുവിന്റെ അടുത്താണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഋതുക്കാണെങ്കിൽ മാനസികമായിട്ടും വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക കേട്ടോ. പല്ലവി പറഞ്ഞിട്ട്, ഋതു നീ ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു അപകടത്തിൽ പോയി ചാടാൻ പോയി, അറിയാലോ ആ രാജമ്മയുടെ കെണിയിലെങ്ങാനും നീ പെട്ടിരുന്നെങ്കിൽ ഒരിക്കലും നിനക്ക് ഇനി ഈ ഭൂലോകത്ത് തിരിച്ചു വരാൻ പറ്റില്ലായിരുന്നു, ഒരിക്കലും നീ രക്ഷപ്പെടില്ലെന്ന് അവരുടെ കൈകളിൽ നിന്നിട്ട്. അവർ അത്ര ഒരു വൃത്തികെട്ട സ്ത്രീ ആയിരുന്നു, ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഋതു നീ രക്ഷപ്പെട്ടത്. ഇനി ഒരിക്കലും നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ ശ്രമിക്കരുത്. നോക്ക്, ഈ കുഞ്ഞ് നിന്റെ സ്വത്താണ്, നിനക്ക് ദൈവം തന്ന നിധിയാണ്, അത് നിനക്ക് ഇപ്പൊ മനസ്സിലാവില്ല, പക്ഷെ നീ പ്രസവിച്ചു കഴിയുമ്പോഴല്ലോ ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോഴുണ്ടല്ലോ നീ എല്ലാം മനസ്സിലാക്കും ഋതു. എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് ആ കുഞ്ഞില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് നീ പറയും എൻ്റെ അടുത്ത്. ഞാൻ അങ്ങനൊന്നും പറയില്ല പല്ലവി, അത് വേറെ കുറെ അമ്മമാരൊക്കെ എനിക്ക് പറഞ്ഞാന്. ഞാൻ അങ്ങനെ പറയില്ല, എനിക്കങ്ങനെ പറയേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങനെ പറയില്ല എന്ന് തന്നെ വീണ്ടും ഋതു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല്ലവി പറയണ്ട്, ഇത് ഞാൻ നിനക്ക് തരുന്നൊരു വാക്കാണ്, നീ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കും ഈ കുഞ്ഞില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന്, ഇത് ഞാനാണ് നിന്നോട് പറയണെന്ന് പറയണേ. അപ്പൊ ഋതു അതൊന്നും സമ്മതിക്കുന്നില്ല. പക്ഷെ പ്രസവം കഴിയുമ്പോഴാണ് ഋതുയുടെ സ്വഭാവം മാറുന്നത്. തനിക്ക് തന്റെ കുഞ്ഞേ ജീവിതം, തന്റെ കുഞ്ഞേ ഉലകോ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഋതു പിന്നീട് അങ്ങോട്ട് ജീവിക്കാൻ പോണത്. കുഞ്ഞിന്റെ മുഖം കാണുമ്പോഴേക്കും ഇന്ദ്രനോ പഴയ സ്വഭാവമൊക്കെ മാറി കുഞ്ഞിനെ വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി ഇന്ദ്രനും തുടങ്ങും കേട്ടോ. അങ്ങനെ അവരുടെ ലൈഫും ഒന്ന് ഓക്കെ ആകും. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.